കൂപ്പകരങ്ങളോടെ മുട്ടുകുത്താൻ സാധിക്കുമെങ്കിൽ ഈ നിമിഷം മുട്ടുമേലായിരിക്കുക. അല്ലെങ്കിൽ ഈശോ നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വരുന്ന സമയത്തെങ്കിലും മുട്ടുമേലായിരുന്ന് ഈശോയെ നമുക്ക് സ്വീകരിക്കാം. ദിവ്യകാരുണ്യമായി നമ്മുടെ കർത്താവ് ഇറങ്ങി വരുന്ന സമയമാണ്. സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ, ആ സാന്നിധ്യത്തിൽ നമ്മളെ സമർപ്പിക്കുമ്പോൾ നമ്മെ സ്വർഗത്തോളം കർത്താവിന് ഉയർത്താൻ പറ്റും. അതുകൊണ്ട് ഈശോ അൽത്താരയിലേക്ക് വരുമ്പോൾ, നിൻ്റെ കർത്താവ് ഇതാ ഇറങ്ങി വരുന്ന സമയമല്ലേ, നിൻ്റെ അടുക്കലേക്ക്, നിൻ്റെ സാന്നിധ്യത്തിലേക്ക്, നിൻ്റെ സാമീപ്യത്തിലേക്കൊക്കെ ഈശോ ഇറങ്ങി വരുന്ന സമയമാണ്. ആ കർത്താവിനെ സ്നേഹത്തോടെ സ്വീകരിച്ചുകൊണ്ട് ആരാധനയുടെ ഗാനം ആലപിച്ച് കർത്താവിനെ ഈ നിമിഷം അൽത്താരയിൽ നമുക്ക് സ്വീകരിക്കാം. ആരാധന 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 അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിൻ ഇടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന 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 ആരാധന. ആത്മാവിലായിരം മുറിവുണങ്ങിടും ആത്മീയ നിമിഷമീ ആരാധന, ആത്മശരീര വിശുദ്ധി നൽകും അനുഗ്രഹ നിമിഷമീ ആരാധന 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 ആമേൻ. കർത്താവേ, ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ഞങ്ങളിതാ ഞങ്ങളെ തന്നെ നിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ കാരുണ്യത്തിനും നിന്റെ സ്നേഹത്തിനുമായി ഞങ്ങളെ ചേർത്ത് നിർത്തുന്നു. ഞങ്ങൾ അയോഗ്യരാണ്, ഞങ്ങൾ പാപികളാണ്. ഒത്തിരിയേറെ സങ്കടങ്ങളും വേദനകളൊക്കെ ഞങ്ങൾക്കുണ്ട്. എൻ്റെ കർത്താവ് എന്നെ കാണുന്നുണ്ടല്ലോ, എൻ്റെ ഈശോയ്ക്ക് എന്നെ കുറിച്ച് വിചാരമുണ്ടല്ലോ. ഇത് മാത്രമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. എൻ്റെ ഈശോയെ, എൻ്റെ വേദനകൾ ഇറക്കി വയ്ക്കാൻ, എൻ്റെ സങ്കടങ്ങൾ ഇറക്കി വയ്ക്കാൻ, എൻ്റെ സ്വകാര്യ ജീവിതത്തിൻ്റെ പരാതികളും പരിഭവങ്ങളും പങ്കുവയ്ക്കാൻ
ഈ നിമിഷങ്ങൾ നീ എനിക്ക് സമ്മാനിച്ചതിന് ഈശോയെ നിനക്ക് നന്ദി പറയുന്നു. എന്നെ കേൾക്കാൻ നീ അൽത്താരയിലേക്ക് ഇറങ്ങി വന്നല്ലോ, എന്നെ കാണാൻ നീ അൽത്താരയിലേക്ക് ഇറങ്ങി വന്നല്ലോ കർത്താവേ. ഈശോയെ നിനക്ക് നന്ദി. ഈശോയെ ആരാധന ആരാധന ആരാധന. ഈശോയെ നന്ദി. ഹല്ലേലൂയ. തുമ്പങ്ങളെല്ലാം മാറ്റുന്ന ദൈവം അണയുന്ന നിമിഷമി ആരാധന. ഈശോയെ അലറുന്ന സാത്താനെ ആട്ടിയകറ്റുന്ന അഭിഷേക നിമിഷമി ആരാധന ആരാധന ഈശോ ആരാധന ആമേൻ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന ദിവ്യകാരണത്തിലേക്ക് നോക്കി ഈശോയെയാണ് മക്കളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈശോയെയാണ് നീ ആരാധിക്കുന്നത്. ഈശോയ്ക്കാണ് നീ മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ സാന്നിധ്യമാണ് ഇതാ നീ ഈ നിമിഷങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സാന്നിധ്യത്തിന് നന്ദി പറഞ്ഞ് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വന്തമായിട്ട് സ്വസ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് പിടിക്കാം. ഈ നിമിഷങ്ങളിൽ നമ്മൾ പാടി പ്രാർത്ഥിച്ചില്ലേ, നമ്മുടെ മുറിവുണക്കുന്ന സമയങ്ങളാണത്. നമ്മുടെ ആത്മാവിൻ്റെ നൊമ്പരങ്ങൾ കർത്താവ് കാണുന്ന നിമിഷങ്ങളാണ്. നമ്മുടെ ജീവിതത്തെ വല്ലാതെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലേക്കൊക്കെ ഈശോ ഇറങ്ങി വരുന്ന സമയമാണ്. ഇതാ ഗത്സമൻ തോട്ടത്തിൽ കർത്താവ് പതിവ് പോലെ പ്രാർത്ഥിക്കാൻ പോയി എന്ന വചനം പറയുന്നത്. പതിവ് പോലെ അവൻ ഒലിവ് മലയിലേക്ക് പോയി. അവിടെയാണല്ലോ ഗത്സമൻ തോട്ടം. ആ ഒലിവ് മലയിൽ ഗത്സമൻ തോട്ടത്തിൽ പതിവ് പോലെ കർത്താവ് പ്രാർത്ഥിക്കുക. അപ്പോ കർത്താവിൻ്റെ ഒരു പതിവായിരുന്നു, എല്ലാ ദിവസവും ഈശോ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു പ്രാർത്ഥനയിലായിരിക്കുക എന്നുള്ളത്. ഏതാനും നിമിഷങ്ങൾ പ്രാർത്ഥനയിൽ പിതാവിനോട് സംസാരിച്ചു കൊണ്ടായിരിക്കുന്ന നിമിഷങ്ങൾ തൻ്റെ ജീവിതത്തിൻ്റെ പതിവായിരുന്നുവെന്നാണ് സുവിശേഷത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 22:39 മുതലുള്ള വചനങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇതാ മക്കളെ, തമ്പുരാന്റെ കൂടെ ഈശോയുടെ കൂടെ നമ്മളും നമ്മുടെ വേദനകളും നമ്മുടെ സങ്കടങ്ങളൊക്കെ പറയാനും പങ്കുവെക്കാനും കർത്താവ് തന്നിരിക്കുന്ന ഗത്സമൻ തോട്ടമാണത്. ഇവിടെ ഞാനും എൻ്റെ കർത്താവ് മാത്രം, ഇവിടെ വേറെ ആരുമില്ല. ഈ ഗത്സമൻ തോട്ടത്തിലേക്കാണ് കർത്താവ് തൻ്റെ അപ്പസ്തോലന്മാരെ, ഉറ്റ സ്നേഹിതരെ എല്ലായിടത്തും കൊണ്ടുപോയിട്ടുള്ളവരാ, അവരെയും കൂട്ടിക്കൊണ്ട് ഈശോ പോയത്. അവിടെ ചെന്ന് കർത്താവ് അവരോട് പറഞ്ഞു, 1 മണിക്കൂറെങ്കിലും ഒന്ന് ഉണർന്നിരിക്കേ, 1 മണിക്കൂറെങ്കിലും എന്നോട്. അപ്പോൾ കർത്താവ് 1 മണിക്കൂർ പ്രാർത്ഥിക്കാൻ വന്നതാകാം, അല്ലെങ്കിൽ തൻ്റെ ഹൃദയത്തിൻ്റെ വേദനയും സങ്കടങ്ങളും നൊമ്പരങ്ങളും പിറ്റേ ദിവസം സംഭവിക്കാനിരിക്കുന്ന കുരിശുമരണവും കാൽവരിയിലേക്കുള്ള യാത്രയും 3 ആണികളിൽ പിടഞ്ഞു മരിക്കുന്നതൊക്കെ ഈശോ മുൻകൂട്ടി കണ്ടിട്ട് ഈശോ ചങ്കുപിടയുന്ന വേദനയോടെ തൻ്റെ അപ്പസ്തോലന്മാരോട് പറഞ്ഞു, 1 മണിക്കൂറെങ്കിലും നിങ്ങൾ എന്നോടുകൂടെ ഉണർന്നിരിക്കേ. എന്നിട്ടൊരു കല്ലേറ് ദൂരം ഈശോ മാറി തൻ്റെ പിതാവിനോട് പ്രാർത്ഥനയിൽ ഐക്യപ്പെടാൻ. വേറൊന്നും ഡിസ്റ്റർബ് ചെയ്യരുത്, തന്നെ മറ്റൊന്നും ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് ഈശോ ആഗ്രഹിച്ചത് കൊണ്ടല്ലേ അപ്പസ്തോലന്മാരിൽ നിന്ന് പോലും കർത്താവ് മാറി നിന്നത്. ഒരു കല്ലേറ് ദൂരം ഈശോ മാറി, അവിടെ മുട്ടുമേൽ വീണു
കമന്നടിച്ച് കടന്നിട്ടുണ്ടാകാം. ഒരു പക്ഷേ അവിടെ ഉണ്ടായിരുന്ന പാറപ്പുറത്ത് കമന്നടിച്ച് കടന്നായിരിക്കും ഈശോ ഇങ്ങനെ ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചത്, തൻ്റെ സങ്കടങ്ങളൊക്കെ ഇറക്കി വെച്ചത്, തൻ്റെ വേദനകളൊക്കെ ഇറക്കി വെച്ചത്, തൻ്റെ സ്വകാര്യ ദുഃഖങ്ങള്, തൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ജീവിതത്തിന്റെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്ന ആ വിഷയങ്ങളെല്ലാം ഈശോ ഇറക്കി വെച്ചത് ആ ഗെത്സമൻ തോട്ടത്തിലാണ്, ആ ഒലിവ് മലയിലാണ്. മോനെ, ഇത് നിന്റെ ഒലിവ് മലയാ. ഈ ആരാധന നിമിഷമുണ്ടല്ലോ, നിന്റെ ജീവിതത്തിന്റെ ഒലിവ് മലയാ, ഗെത്സമൻ തോട്ടവാ. നിനക്ക് നിന്റെ സങ്കടങ്ങൾ പങ്കുവെക്കാനുള്ള സമയമാണ്. നിനക്ക് നിന്റെ വേദനകൾ പങ്കുവെക്കാനുള്ള ഇടമാണിത്. ഇവിടെ നിനക്ക് എന്തു പറയാം നിന്റെ ദൈവത്തോട്? നിന്റെ ജീവിതത്തിന്റെ സകല സങ്കടങ്ങൾ ഈശോയോട് പറയാം. നിന്റെ ജീവിതത്തിന്റെ സകല മുറിവുകളും ഈശോയോട് പറയാം. നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ വിഷമിക്കുന്ന ജീവിതത്തിന്റെ എല്ലാ മേഖലകളും നിനക്ക് ഈശോയോട് പറയാം. ഇരുളടഞ്ഞു പോയ ജീവിതത്തിന്റെ മേഖലകള്, തകർന്നുപോയ പ്രാർത്ഥനാ ജീവിതം, തകർന്നുപോയ വിശുദ്ധ ജീവിതം, തകർന്നുപോയ ബന്ധങ്ങള് എല്ലാം ഈശോയോട് പറയാം. എടുക്കാനും ചുമക്കാനും വഹിക്കാനും പറ്റാത്തതിനപ്പുറം വല്ലാത്തൊരു ഭാരം നീ കൊണ്ട് നടക്കുന്നില്ലേ? ചങ്കിലൊക്കെ എന്തോ ഒരു ഭാരം ഇരിക്കുന്നത് പോലെ ചില സമയത്ത് നിനക്ക് അനുഭവപ്പെടുന്നില്ലേ? അത്ര കണ്ട് ഭാരപ്പെടുന്ന അനുഭവത്തിന്റെ നടുവിലായിരിക്കാം മോനെ ഒരുപക്ഷെ നീ കടന്നു പോകുന്നത്. ഈശോ ഇതാ ഒരു കല്ലേറ് ദൂരം മാറിയിട്ട് അവിടെ ഇങ്ങനെ തന്റെ ആത്മഭാരം മുഴുവനും ഇറക്കി വെച്ചുകൊണ്ട് ഈശോ പ്രാർത്ഥിക്കുകയാണ്. മോളെ, ആയിരിക്കുന്നിടങ്ങളിൽ കരങ്ങൾ രണ്ടും മാറോട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് നിന്റെ ആത്മാവിന്റെ, നിന്റെ മനസ്സിന്റെ, നിന്റെ ശരീരത്തിന്റെ, നിന്റെ കുടുംബത്തിന്റെ സകല ഭാരവും ഈശോയിലേക്ക് കൊടുക്കുക. എന്നിട്ട് നിന്റെ മനസ്സൊന്ന് സ്വസ്ഥമാകട്ടെ, നിന്റെ മനസ്സൊന്ന് ശാന്തമാകട്ടെ. വല്ലാതെ കലുഷിതമായി കിടക്കുന്ന മനസ്സല്ലേ നിന്റെ? വല്ലാതെ കലങ്ങി മറഞ്ഞു കിടക്കുന്നതല്ലേ നിന്റെ മനസ്സും നിന്റെ ഹൃദയവും? ശാന്തമാകണ്ടേ, സ്വസ്ഥമാകേണ്ടേ, വളരെ ശാന്തമായി തമ്പുരാന്റെ മുമ്പിൽ ആയിരിക്കണ്ടേ? ഏതാനും നിമിഷം മോളെ, നീ ഇപ്പം നിന്റെ ഈശോയുടെ കൂടെയാണ്. വേറെ ആരുമില്ല ഇപ്പോൾ. പക്ഷേ നിന്റെ അപ്പൻ, നിന്റെ അമ്മ, നിന്റെ സഹോദരൻ, നിന്റെ സഹോദരി, നിന്റെ കുഞ്ഞുങ്ങളൊക്കെ നിന്റെ കൂടെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നുണ്ടാകും. പക്ഷേ ഈ നിമിഷങ്ങളിൽ നീ കർത്താവ് മാത്രമേ ഉള്ളൂ. ഇത് നിന്റെ സ്വകാര്യ ജീവിതം നീ കർത്താവിനോട് പങ്കുവയ്ക്കുന്ന സമയമാണ്. നിന്റെ ജീവിതത്തിനേറ്റ ഇന്നോളം ഏറ്റെടുക്കേണ്ടി വന്ന മുറിവുകളും വേദനകളും സങ്കടങ്ങളും നൊമ്പരങ്ങളെല്ലാം ഈശോയുടെ മുമ്പിൽ ഇറക്കി വെക്കുന്ന സമയമാണ്. എത്രയോ ദിനരാത്രങ്ങൾ നീ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട് മോളെ. എത്രയോ ജീവിതത്തിന്റെ സങ്കടങ്ങളിൽ നീ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. എത്രയോ ജീവിതത്തിന്റെ വേളകളിൽ, ഇന്നലകളിൽ ആരും കാണാതെ അടച്ചിട്ട മുറികൾക്കുള്ളിലിരുന്ന് നീ ഹൃദയം വിങ്ങുന്ന വേദനയോടെ ദൈവമേന്ന് ചങ്കുപൊട്ടി വിളിച്ചിട്ടുണ്ട്. ഇത് അതുപോലൊരു നിമിഷമാണ്. നീ നിന്റെ വേദനകൾ കർത്താവിന്റെ മുമ്പിൽ, ഈശോ ഗെത്സമൻ തോട്ടത്തിൽ പിതാവിന്റെ സന്നിധിയിൽ തന്റെ വേദനകൾ ഇറക്കി വെച്ചതുപോലെ ഇറക്കി വെക്കുന്ന സമയമാണ്. കരങ്ങൾ തുറന്ന് യാചനാപൂർവ്വം പിടിച്ചോ, മാറോട് ചേർത്ത് പിടിച്ചോ, ദിവികാരുണ്യത്തിലേക്ക് നോക്കി നിന്റെ ഉള്ളം സംസാരിക്കട്ടെ. നിന്റെ ഹൃദയം കർത്താവിനോട് ഏതാനും നിമിഷം സംസാരിക്കട്ടെ. ഹൃദയത്തിൻ്റെ വ്യഥകളും വേദനകളൊക്കെ യേശുവിനോട് ചേർത്ത് വെച്ച് ഏതാനും നിമിഷം ഒന്ന് സ്തുതിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. നെഞ്ചിലെ സ്നേഹത്താൽ പൊതിയുമ്പോൾ നിന്റെ ദുഃഖങ്ങൾ മായുകില്ലേ? മോനെ, എന്റെ നെഞ്ചിലെ സ്നേഹത്താൽ പൊതിയുമ്പോൾ നിന്റെ ദുഃഖങ്ങൾ മായുകില്ലേ? കരയല്ലേ, നീ എന്റെ മകനല്ലേ, നീ എന്റെ മകളല്ലേ?
കരയല്ലേ, നീ എൻ്റെ മകനല്ലേ, ഈശോയെ നീ എൻ്റെ മകളല്ലേ, തളരല്ലേ, ഞാൻ നിന്നെ താങ്ങില്ലേ, തളരല്ലേ, ഞാൻ നിന്നെ താങ്ങില്ലേ, എൻ്റെ നെഞ്ചിലെ സ്നേഹത്താൽ പൊതിയുമ്പോൾ നിന്റെ ദുഃഖങ്ങൾ മായുകില്ലേ, ഈശോയെ എൻ്റെ നെഞ്ചിലെ സ്നേഹത്താൽ പൊതിയുമ്പോൾ നിന്റെ ദുഃഖങ്ങൾ മായുകില്ലേ, കരയല്ലേ, നീ എൻ്റെ മകനല്ലേ, നീ എൻ്റെ മകളല്ലേ. കർത്താവേ, കണ്ണു നിറയാതെ നിന്നൊന്ന് നോക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. ഈശോ തൻ്റെ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചുവെന്നാണ് വചനം പറയുന്നത്. ഈശോ തൻ്റെ തീവ്രവേദനയിൽ അങ്ങോട്ട് മുഴുകി, തൻ്റെ വേദനയിൽ അങ്ങോട്ട് മുഴുകിയിട്ട് ശക്തമായിട്ട് ഈശോ പ്രാർത്ഥിച്ചു, തീക്ഷ്ണതയോടെ ഈശോ പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീഴാൻ തുടങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്ര കണ്ട് തീവ്രതയോടെയാണ് ഈശോ പ്രാർത്ഥിച്ചത്, എത്ര കണ്ട് തീവ്ര വേദന ഈശോയ്ക്കുണ്ടായിരുന്നു നോക്കിക്കേ. ആ വേദനയുടെ തീവ്രത കൊണ്ടല്ലേ, ആധിക്യം കൊണ്ടല്ലേ തൻ്റെ വിയർപ്പ് തുള്ളികൾ പോലും പ്രാർത്ഥനയിലെ രക്തത്തുള്ളികളായിട്ട് മാറിയത്. കർത്താവേ, ഇതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട്. ഇതുപോലെ കർത്താവെ, തങ്ങളുടെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളാകുന്ന രീതിയിൽ അതിതീവ്ര വേദനയുടെ നടുവിൽ പ്രാർത്ഥിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. ഈശോയെ, മക്കളെ നീ കാണണമേ. ഈശോ, നീ കാൽവരിയിലേക്കുള്ള നിന്റെ യാത്രയിൽ കടന്നുപോയ അതേ തീവ്രവേദനകളുടെ നടുവിലായിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. നാളെയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വല്ലാതെ ഈശോയെ അങ്ങ് ഞെരുങ്ങിയില്ലേ, വല്ലാതെ തീവ്രമായി അങ്ങ് വേദനിച്ചില്ലേ? അതുപോലെ തന്നെ കർത്താവേ, വരും ദിവസങ്ങളിൽ വരും നാളുകളിൽ ഈ മക്കളുടെ ജീവിതത്തിലും കുടുംബത്തിലും മക്കളുടെ ജീവിതത്തിലൊക്കെ ആയി സംഭവിക്കാനിരിക്കുന്ന പല വിഷയങ്ങളെയും ഓർത്ത് വല്ലാതെ ഭാരപ്പെടുന്ന മക്കൾ ഇതിനകത്തുണ്ട്. പക്ഷേ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കർത്താവെ, താമസിക്കുന്ന ഭവനത്തിൽ നിന്നും ഇറങ്ങിപ്പോകാനും ഒരുപക്ഷെ വിളിക്കപ്പെട്ടവരാകാം ഇവര്. കർത്താവ്, ഒരുപക്ഷെ ജപ്തി നോട്ടീസ് വീട്ടിൽ വന്നിട്ടുണ്ടാകാം. എഴുതിയ പരീക്ഷകളെല്ലാം പരാജയപ്പെട്ടതിന്റെ ദുഃഖത്തിലും വേദനയിലും ആകാം. ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്തിട്ട് അത് അടച്ചു വിട്ടാൻ പറ്റണില്ല. നാളെ കടം മേടിച്ചവര് വീട്ടിൽ വരുമ്പോ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് മനസ്സ് വല്ലാതെ തകരുന്നുണ്ട്, മനസ്സ് വല്ലാതെ ഞെരുങ്ങുന്നുണ്ട്. കർത്താവേ, മക്കളുടെ ഭാവി ഓർക്കുമ്പോ അവരുടെ ഇപ്പോഴത്തെ സ്വഭാവ ദൂഷ്യത്തെയൊക്കെ ചിന്തിക്കുമ്പോ വല്ലാതെ സങ്കടം വരുന്നുണ്ട്, വല്ലാതെ മനസ്സ് നീറുന്നുണ്ട്. ഈശോ ഗെത്സമനിൽ പ്രാർത്ഥിച്ചതുപോലെ സമാനമായ അനുഭവത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട്, തീവ്ര ദുഃഖത്തിന്റെ നടുവിൽ നിന്ന് ദൈവമേ എന്ന് വിളിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. ഈശോയെ, ഇവര് നിന്റെ മുമ്പിലേക്ക് ഇറക്കി വെക്കുന്ന വിഷയങ്ങളുടെ മേൽ ഇപ്പോൾ നിന്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നീ കടന്നുപോയ സങ്കടങ്ങളുടെ തീവ്രത എത്രമാത്രം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. സമാനമായ സങ്കടങ്ങളുടെ വേദനകളുടെ ഒക്കെ തീവ്രതയുടെ നടുവിലായിരിക്കുന്ന മക്കളെ നീ ഇപ്പോൾ കാണണമേ. ഇവിടെ മനസ്സിനേറ്റിട്ടുള്ള എല്ലാ മുറിവുകളെയും ഈശോ നീ സുഖപ്പെടുത്തണമേ. ആ മുറിവുകളോടുകൂടെ മുന്നോട്ട് പോകാതിരിക്കാൻ കർത്താവേ, നിന്റെ കരസ്പർശം ഈ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ച കരങ്ങൾ, നിന്റെ ഹൃദയത്തിന്റെ വേദനകളും സങ്കടങ്ങളൊക്കെ ഇതാ നിന്റെ സന്നിധിയിലേക്ക് ഇറക്കി വെച്ച്, കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇറക്കി വെച്ച് കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഏതാനും നിമിഷം കൂടി കർത്താവിനെ സ്തുതിക്കട്ടെ. നിന്റെ സങ്കടങ്ങളും നിന്റെ കണ്ണുനീരും നിന്റെ വേദനകളൊക്കെ ഇറക്കി വെച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന,
ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. ഈശോയെ ആമേൻ. സൗഖ്യം നിനക്കേകാനല്ലയോ മകനേ, മകനേ, നീ മാന്യനായിടുവാൻ. മകളേ, മകളേ, നീ മാന്യയായിടുവാൻ. കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു ഈശോ. കാൽക്കരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു. മകനേ, നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. മകളേ, ഈശോയെ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. ഈ നിമിഷം മുട്ടുമേലായിരിക്കാൻ പറ്റുമെങ്കിൽ എല്ലാ മക്കളും മുട്ടുമേലായിരിക്കുക. ഇതൊരു സമർപ്പണത്തിൻ്റെ സമയമാണ്, ഇതൊരു സമർപ്പണത്തിൻ്റെ സമയമാണ്. ഈശോ ഇതുപോലെ തൻ്റെ വിദൂര ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന വേദനകളും സങ്കടങ്ങളൊക്കെ കണ്ടിട്ട് ഈശോ പിതാവിൻ്റെ സന്നിധിയിൽ ഇതെല്ലാം ഇറക്കി വെച്ചിട്ട് ഇതാ അവസാനിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. പിതാവേ, എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പം എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. നിസ്സാര സങ്കടങ്ങളാണ്, മരണതുല്യമായ വേദനയുടെ നടുവിലാണ് ഈശോ കടന്നു പോകുന്നത്. താഴോട്ട് വന്നു നോക്കിയപ്പോൾ അപ്പസ്തോലന്മാര് സുഖമായിട്ട് ഉറങ്ങുക, ആരുമില്ല. തൻ്റെ സങ്കടങ്ങളുടെ, തൻ്റെ വേദനയുടെ, തൻ്റെ സംഘർഷങ്ങളുടെ, തൻ്റെ ആത്മഭാരത്തിൻ്റെ നിമിഷങ്ങളിൽ യേശുവിൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല. യേശുവിൻ്റെ കൂടെ മാത്രമല്ല മക്കളെ, സമാനമായ അനുഭവങ്ങളിൽ നമ്മുടെയും കൂടെ നിൽക്കാൻ ആരും കണ്ടെന്ന് വരില്ല. ഗെത്സമൻ തോട്ടം എന്ന് പറഞ്ഞാൽ യേശു ഒറ്റപ്പെട്ടു പോയ തോട്ടമാണ്. ആരും തന്നെ കേൾക്കാനില്ലാതിരുന്നൊരു തോട്ടമാണ്. ആരും തന്നോട് സംസാരിക്കാത്തൊരു തോട്ടമായിരുന്നു. പിതാവായ ദൈവം പോലും നിശബ്ദനായ തോട്ടം. പിതാവ് പോലും ഒന്നും പറഞ്ഞില്ല. അത്ര കണ്ട് വേദനിച്ചിട്ടും, അത്ര കണ്ട് സങ്കടപ്പെട്ടിട്ടും, അത്ര കണ്ട് നൊമ്പരപ്പെട്ടും, ഇങ്ങനെ മനസ്സ് തകരുന്ന തളരുന്ന അനുഭവത്തിന്റെ നടുവില് അപ്പാ എന്ന് വിളിച്ചിട്ട് പിതാവ് പോലും നിശബ്ദനായ തോട്ടമായിരുന്നു ഗെത്സമൻ തോട്ടം. ആ തോട്ടത്തിൽ അതുപോലെ അനുഭവത്തിന്റെ നടുവിൽ ഈശോ പറഞ്ഞെന്നാന്നറിയാവോ? അപ്പാ, ഇതിനി എൻ്റെ ഇഷ്ടമല്ല നിന്റെ തിരുവിഷ്ടമാണെങ്കിൽ അതങ്ങോട്ട് നടക്കട്ടെ. ആ പ്രശ്നം മാറിയില്ല, ആ വേദന മാറിയില്ല. കടന്നു പോകുന്ന ജീവിതത്തിന്റെ നൊമ്പരങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ പ്രതികൂലങ്ങൾക്കോ ഒന്നൊരു മാറ്റം ഉണ്ടായില്ല. പക്ഷേ യേശുവിൻ്റെ മനോഭാവത്തിന് മാറ്റമുണ്ടായി. ഈശോ പറഞ്ഞു, എൻ്റെ ഇഷ്ടമല്ല നിന്റെ തിരുവിഷ്ടം പോലെ നടക്കട്ടെ. വചനം പറയുന്നു, അപ്പോൾ സ്വർഗത്തിൽ നിന്നും ഒരു ദൂതൻ ഇറങ്ങി പ്രത്യക്ഷപ്പെട്ട് കർത്താവിനെ ശക്തിപ്പെടുത്തി. സ്വർഗത്തിൽ നിന്നും ഒരു ദൂതൻ ഇറങ്ങി കർത്താവിനെ ശക്തിപ്പെടുത്തി. എപ്പോഴാ? ഈശോ പറഞ്ഞു, എൻ്റെ ഇഷ്ടമല്ല നിന്റെ തിരുവിഷ്ടം ഇതാണെങ്കിൽ ഇതാ ഞാനിത് എടുക്കുന്നു എന്ന് പറഞ്ഞ ആ സമയത്താണ് സ്വർഗത്തിൻ്റെ ദൂതൻ ഇറങ്ങിയത്. മക്കളെ, ഇതാ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വിഷമങ്ങളിൽ നമ്മുടെ വേദനകളിലൊക്കെ സ്വർഗത്തിൻ്റെ സഹായം വരുന്ന സമയമാണ്. സ്വർഗത്തിൻ്റെ ദൂതനിറങ്ങി നമ്മളെ ശക്തിപ്പെടുത്തുന്ന സമയമാണ്. ഒറ്റ കാര്യം പറയാവോ ഉള്ളുകൊണ്ട്? അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇതൊരു സമർപ്പണത്തിൻ്റെ സമയമാണ്. മോളെ, മോനെ, നീ പറഞ്ഞേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ തിരുവിഷ്ടം പോലെ നടക്കട്ടെ. ഈ ജീവിത പങ്കാളിയോടൊപ്പം ജീവിക്കണമെന്നുള്ളത് നിൻ്റെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. ഈ മക്കൾക്ക് വേണ്ടി നിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി നിലവിളിക്കാൻ കർത്താവേ നീ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഇഷ്ടമാണെങ്കിൽ ഇതങ്ങനെ നടക്കട്ടെ.
ഈ കഷ്ടപ്പാടിൻ്റെയും ഈ ദാരിദ്ര്യത്തിൻ്റെയും ഈ പട്ടിണിയുടെയും ഈ പരാജയത്തിൻ്റെയൊക്കെ നടുവിലാണ് ഞാൻ ജീവിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ദൈവമേ അങ്ങനെ നടക്കട്ടെ. പറഞ്ഞോ മക്കളെ, ഒരു സമർപ്പണം പറ, കർത്താവിനോട് ഒരു സമർപ്പണം പറ, ഈശോയുടെ ഒരു സമർപ്പണം പറ. ഈശോയെ, എൻ്റെ ഇഷ്ടമല്ല നിന്റെ തിരുവിഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു. ഈശോ, എൻ്റെ ഇഷ്ടമല്ല നിന്റെ തിരുവിഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് പിടിച്ച് കണ്ണുകളടച്ച് ഏതാനും നിമിഷം ഇത് ഉള്ളുകൊണ്ട് പറ, ഈശോ എൻ്റെ ഇഷ്ടമല്ല നിന്റെ തിരുവിഷ്ടം നടക്കട്ടെ. ഈശോ, എൻ്റെ ഇഷ്ടമല്ല ഈ രോഗത്തിൻ്റെ നടുവിൽ നിന്റെ തിരുവിഷ്ടം നടക്കട്ടെ. ഈ പ്രശ്നത്തിൻ്റെ നടുവിൽ എൻ്റെ ഇഷ്ടമല്ല നിന്റെ തിരുവിഷ്ടം നടക്കട്ടെ. ഈ വിസ റിജക്റ്റായ അനുഭവത്തിൻ്റെ നടുവിൽ എൻ്റെ ഇഷ്ടമല്ല നിന്റെ തിരുവിഷ്ടം നടക്കട്ടെ. ഈ ജോലി മേഖലകളിൽ വരുമാന മാർഗങ്ങളൊക്കെ തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന അനുഭവത്തിൽ ഈശോ, എൻ്റെ ഇഷ്ടമല്ല നിന്റെ തിരുവിഷ്ടം നടക്കട്ടെ എന്ന് എല്ലാ അനുഭവങ്ങളെയും നോക്കിയിട്ട് മക്കൾ പറഞ്ഞ്, എൻ്റെ ഇഷ്ടമല്ല നിന്റെ തിരുവിഷ്ടം നടക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ, ഇതൊന്നും എന്റേതല്ല. ആമേൻ. എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. ഈശോയെ, എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. ജീവനും ജീവനിയോഗങ്ങളും പ്രാണനും പ്രാണപ്രഭാവങ്ങളും നാഥാ നിൻ ദിവ്യമം ദാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല. നാഥാ നിൻ ദിവ്യമം ദാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുമേൽ തന്നെ ആയിരിക്കുക. ദിവ്യകാരുണ്യ ഈശോ ഇതാ നമ്മുടെ മുമ്പിൽ ഉയരുന്ന സമയമാണ്. ഈ സമർപ്പണത്തിൻ്റെ മേൽ സ്വർഗത്തിൻ്റെ ശക്തി ഇറങ്ങുന്ന സമയമാണ്. ഈ വേദനകളും ഈ സങ്കടങ്ങളൊക്കെ എടുക്കാനും വഹിക്കാനുള്ള വലിയ കരുത്ത്, സ്വർഗത്തിൻ്റെ ശക്തി നമുക്ക് തരുന്ന സമയമാണ്. ആ വിശ്വാസത്തോടെ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, നമ്മുടെ വിമല ഹൃദയത്തിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. അമ്മ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നമ്മുടെ മാധ്യസ്ഥം തേടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തലമുറകൾ തോറും പാടും ഭാഗ്യവതി അമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതി അമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ
ശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ. പുണ്യശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ